Welcome to Game King Bears. സോ ഹായ് ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിം കിങ് ആറാസ്. ഐ എം ബാക്ക് അഗൈൻ ഗൈസ്. നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് പുതിയൊരു എപ്പിസോഡ്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് ഐസ് ദ ഹൊറർ ഗെയിം. ഓക്കെ, ഇത് നമ്മൾ പണ്ട് ഒരു സമയത്ത് നമ്മളിത് കളിച്ച ഗെയിമാണ്. ആ ഒരു സീൻ, അതിൻ്റെ ഒരു കട്ട് സീൻ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഡോറ് തുറന്ന സാധനം വരില്ലാത്തോണ്ട് അതാണ് ഗൈസ് നമ്മുടെ ഫ്ലാഷ് ബാക്ക്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ചാനലിൽ പോയി നോക്കിയാൽ മതി. ആ ചാനൽ ഇപ്പോൾ എൻ്റെ നിലവിലില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ആ ചാനലിൻ്റെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇപ്പം. ആൻഡ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ചാനലിലുള്ള നമ്മുടെ ഈ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതൊരു ഹൊറർ ഗെയിമാണ്. ഇതിൽ ഹാർഡ് മോഡുണ്ട്, നൈറ്റ് മെയർ ഉണ്ട്, ന്യൂബിളുണ്ട്. നമുക്ക് ന്യൂബിളിലേക്ക് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ആൻഡ് ഇതാണ് നമ്മുടെ സ്പോട്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതൊരു എടാ ഇവിടെ ഫ്ലാഷ് ലൈറ്റൊക്കെ വന്നോ ഇതിനകത്തിപ്പം? എനിക്കറിയില്ല പണ്ട് ഇതിനകത്ത് ഫ്ലാഷ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും എൻ്റെ ഈ വീഡിയോനൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. നമ്മളന്ന് പോയ പോലെ തന്നെ. ആൻഡ് ഈ ഒരു ചാക്ക് ഇപ്പം നമ്മുടെ സൈഡിൽ 1/6 എന്ന് കാണിക്കും. ആ 6 ചാക്ക് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഇത് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ ടോർച്ചൊന്നും പണ്ടില്ലായിരുന്നാലും ഇപ്പോൾ കുറച്ച് ഗെയിം കുറച്ച് ഹാഡായി മാറുന്നുണ്ട് കേട്ടോ. അവിടെ ഇവിടെ ചാത്തൻ പറ്റുമോ? ആൻഡ് ഈ ഒരു സാധനം കണ്ടോ, ഇത് നമ്മൾ എടുക്കണം. ആൻഡ് ഈ ഡോറ് തുറന്ന് ആ ചാത്തന് വരാൻ പറ്റത്തില്ല. അതാണ് ഈ സംഭവം. ആ കോക്കാച്ചിക്ക് വരാൻ, ഈ ഡോറ് തുറന്ന് കോക്കാച്ചിക്ക് വരാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു കണ്ണിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ. ഈ കണ്ണ് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ചാത്തന് എവിടെ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് അവൻ പോകുന്ന റൂട്ട്, അവൻ്റെ അതായത് നമ്മുടെ വ്യൂ ഓഫ് ആംഗിള്, അതായത് അവൻ്റെ വ്യൂ ഓഫ് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ഇത്. ആൻഡ് ഇത് ഇങ്ങനെ ഒരുപാട് ഇപ്പം നമുക്ക് 3 ചാക്ക് കിട്ടി. ഇവിടെ ചാക്കൊന്നുമില്ല. ഇവിടെ ഒരു നമ്പർ കിട്ടി. ചാക്കുണ്ട്. ഭാഗ്യോടാ. ഇത് ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലാതെ. ഓക്കെ, ഇത് ചെയ്യാനടിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഒരു രസമല്ലേ? ഇത് ഇപ്പം ചാത്തനെ ഇങ്ങോട്ട് നമുക്ക് സുഖമായിട്ട് വരുത്താമല്ലോ. ഒരു എടുത്ത് നോക്കാം. കണ്ട ഇപ്പം അവൻ അണ്ടർഗ്രൗണ്ടിലാണ്. ആ ടൈം കൊണ്ട് നമുക്കിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അതിന് ഇവിടെ ഒരു കിട്ടി. അതിന് ഇതും കിട്ടി. ഇപ്പോൾ നമുക്ക് 5 എണ്ണം. ഒരെണ്ണം അവിടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവിടുന്ന് സ്മൂത്തായിട്ട് രക്ഷപ്പെടാനായിട്ട് പറ്റും. പക്ഷെ ചാത്തൻ കുറച്ച് വള്ളിയാടാ. അവനിപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് എവിടെയാ? അവനിപ്പോൾ ഇപ്പോഴും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. അവൻ സ്റ്റെപ്പിൻ്റെ അടുത്തൊരു എത്തിയടാ. അവൻ മേലോട്ട് കയറാനായിട്ട് പോവാം. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ എടാ ആ ഡോർ ഓപ്പൺ ആയിരുന്നു. എടാ അവിടെ ഒരു ഉണ്ട് കേട്ടോ. സൗണ്ടൊന്നും കേൾക്കാനില്ല. കണ്ട ആ സൗണ്ട് കേൾക്കുമ്പം അവൻ നമ്മുടെ അടുത്ത് എത്താറായി എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെ ചാത്തനെ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കാവേ മാക്സിമം. അത് നമ്മൾ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ അടുത്ത് എത്താൻ പോകുകയാണെന്നാണ് അർത്ഥം. ഓക്കെ, അതെന്തായാലും ട്രൈ ചെയ്യുന്നത്. ഇപ്പം അവൻ ഈ ഒരു സൈഡിലൂടെയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമ്മളെ തപ്പല് തന്നെ ഇവൻ നമ്മളെ തപ്പല് തന്നെ. ഇവന് നമ്മളെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഇവൻ. ഇവൻ ഈ സാധനം ഡോറ് തുറന്ന് വരുമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് കളിച്ചപ്പോഴും ഡോറ് തുറന്ന് വരത്തില്ലായിരുന്നു. ഈ കാണുന്ന ഈ ഡോറിൻ്റെ അകത്തേക്ക് അവന് കയറാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു ഇമാജിൻ. ഇവൻ പോകുന്നില്ലല്ലോ ചാത്തൻ. ഇതാണ് നമ്മളെ കിട്ടിയ ആ സാമാനം. അത് പിന്നെ നമുക്കൊരു മാപ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ മാപ്പ്. ഇപ്പം നമ്മളിതിൽ എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല. നമുക്ക് നോക്കാൻ വേണ്ടത് എവിടെയാണ്. ഇതിനുള്ള മുട്ട വറുക്കാൻ വെച്ചിരിക്കുന്ന എനിക്കറിയാൻ പാടില്ല മച്ചാന്മാരെ. അത് ആ മാപ്പിൽ എവിടെയോ നമ്മളുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ച്, അതായത് നമ്മൾ പണ്ട് വീഡിയോയിൽ നമ്മളിത് കണ്ടുപിടിക്കുന്നുണ്ട്. അത് സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു പണ്ടത്തെ. അതിൽ ഞാനത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതാണ് ചാത്തനെ കാണിച്ചു തരാവേ. ഇതാണ് ചാത്തൻ. കണ്ട, അതാണ് എന്തുകൊണ്ട് കിഡ്നി അതിന് തൂങ്ങി കിടക്കണം. തലേ താഴെ കിഡ്നി കണ്ടാണ്. അവൻ നമ്മളെ തൂക്കും. അതാണ് അവൻ്റെ തലയുടെ താഴെ കിഡ്നി ഇങ്ങനെ തൂങ്ങി കിടക്കണം. കിഡ്നിയാണോ കരളാണോ? ഇതാണ് ചാത്തൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടോ? അതാണ് ചാത്തൻ.
എന്താണ് തൂങ്ങിക്കിടക്കുന്ന ഒരു വികൃത രൂപം, അതാണ് സംഭവം. മനസ്സിലായോ? നമുക്കിത് വലിയ പേടിയൊന്നും ഇല്ലെന്നറിയാലോ, ചെറിയൊരു ഭയം മാത്രം. ഓക്കെ, നമ്മളെപ്പോഴും റോബ്ലോക്സ് കളിച്ച് മടിക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ് ഒക്കെ ഇനിയും വരും, അത് മറക്കരുത്. ഇൻട്രസ്റ്റിംഗ് കണ്ടൻസ്. പിന്നെ റണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഓടിക്കണം. ആ സാമാനം നമ്മൾ കാണുമ്പോഴാണ് റൺ വരുന്നത്. സൈഡിൽ നമുക്ക് റണ്ണിൻ്റെ ഒരു പ്ലസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ഓടാൻ പറ്റും അത്യാവശ്യം. അത് കുറച്ച് നേരത്തേക്ക് ഓടാൻ പറ്റും. നമുക്ക് ഒരു കണ്ണേ ഉള്ളൂടാ. ആ സാധനം ഇവിടെ പുറത്ത് തന്നെ ഇരിക്കുക, ഫോണില്ല അത്, അതാണ് പ്രശ്നം. ഇവൻ പോവാതെ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ പോവാതെ പോയടാ. ഓ ഇല്ല ദേണ ചാത്തൻ. ഓ ഈ ചാത്തൻ ഞാനും വിചാരിച്ചു പോയപ്പോൾ ഈ സൗണ്ട് പോകാൻ തന്നെ വല്ല ഗ്ലിച്ചാണോ എന്ന്. എടാ എനിക്ക് വന്നേ ഇവൻ നമ്മളെ തൂക്കാൻ വേണ്ടി നിൽക്കുക ഇവിടെ. നമ്മളിവൻ തൂക്കിയിട്ടേ പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണെങ്കിൽ ഒരു കുഞ്ഞ് റൂം, സെൻസിറ്റിവിറ്റി സൗണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളിവിടെ നിൽക്കുക തന്നെ. നീ പോകാതെ ഇവിടെ നിന്ന് ഇറങ്ങത്തില്ലടാ മച്ചാനെ. എന്തുവാ ബ്രൈറ്റ്നസ് ഫുള്ളിട്ടെ, ഇത്രേ ഉള്ളൂ. ആരാ പേടി ബ്രൈറ്റ്നസ്? ഓ തീരെ ഇല്ലാണ്ടായി അങ്ങനെ ഇരിക്കുമല്ലേ. സൗണ്ടൊക്കെ ഫുള്ളിട്ടോ, അവൻ വരുമ്പോൾ കേൾക്കാനുള്ളതാണ്. ഓക്കെ, നമുക്ക് പേടിയില്ലാത്തതുകൊണ്ട് പിന്നെ പേടിക്കാനില്ല. ഈ പേടിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു റൂമിൽ തന്നെ ഇരിക്കും. നമുക്ക് പേടിയില്ലല്ലോ. ഇതാണെ പോകുന്നുമില്ലടോ. ഇപ്പം എന്താടാ നീ പൊട്ടിയോടാ മോനിനത്. അടി ഇവൻ എന്നാടാ പോവാത്ത? എനിക്ക് അടുത്ത സാമാനം കഴിപ്പിച്ചിട്ട് രക്ഷപ്പെടാനുള്ളതാണ്. സാമാനം അങ്ങോട്ട് പോകുന്നുമില്ല. പോയാ ഒയ്യോ അത് ഓപ്പണായി കിടക്കുമായിരുന്നു. ഇല്ല പോയിട്ടില്ല. ഇവൻ ഭയങ്കര ഡേഞ്ചർ സാധനമാണ് കേട്ടോ. ഒരെണ്ണോടെ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ നമ്മളിവിടുന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല ഒരുമാതിരി. ഇവൻ ചുമ്മാ ഉള്ള ഇതാട്ടാ. ഇവൻ ചുമ്മാ ഉടായ്പ്. ഓക്കെ അവൻ മേളിലോട്ട് പോയി. ഓക്കെ, ഇനി അവൻ കുറച്ച് നേരം കഴിയാതെ ആട്ട് വരില്ല. നമുക്ക് നൈസിന് അയ്യം കളിക്കാം. സാധനവും കിട്ടിയടാ. വേണ്ടേ കിട്ടി. ആരെ ഫൈൻഡ് ഇത് എക്സിറ്റ് ആൻഡ് എസ്കേപ്പ്. ഓക്കെ, അവൻ അവിടെ ഇരിക്കണം. ഇവിടെയാണ് ഇതിൻ്റെ എക്സിറ്റ്. ഓക്കെ, രക്ഷപ്പെട്ട്. ഓക്കെ, സ്കിപ്പ് ഇൻട്രോ ഒക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. ഇതൊക്കെ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നത്. ഓക്കെ, ഹാവിങ് ഫൺ. ഓക്കെ ഇതാണ് നമ്മുടെ കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ലെവലുണ്ട്. ഈ ലെവലൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കണം. ഓക്കെ, ഇതൊക്കെ അല്ലെങ്കിൽ നമുക്ക് കളിച്ച് അൺലോക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കണ്ട ഇതൊക്കെ പൈസ കൊടുക്കേണ്ട ഒരു പരിപാടിയാണ്. നല്ല രീതിക്ക് പൈസ. ഇതുണ്ട് പട്ടിയൊക്കെ അതിൻ്റെ അകത്ത്. ഇത് മറ്റേ വിച്ചല്ലേടാ പട്ടിയും. ഇതിൻ്റെ പലതിനും പലതാണ്. ഇപ്പം ഞാൻ പറയണേ ഈ മറ്റേ സാധനത്തിൻ്റെ ഡോറാണെങ്കിൽ പലതിനും പലതാണ്. ഓക്കെ, അപ്പം ഞാൻ പറയണേ ഈ ചാത്തന്മാർക്കും ഇതെല്ലാം പലതിനും പലതായിരിക്കും. എടാ ഇത് മൾട്ടിപ്ലെയറും ഉണ്ടായ ഗെയിമിൽ. എടാ മൾട്ടിപ്ലെയർ ഉണ്ടായ ഗെയിമിൽ ഇതാണ്ട് ഒരു കോഡ് അടിച്ചു കൊടുക്കുക. നമ്മൾ ചുമ്മാ ഒരു കോഡ് അടിച്ചു കൊടുത്ത് പിക്ക് ഗോ. ഇല്ല അല്ലേ, അത് വർക്കാവില്ല. വേറെ എന്തൊക്കെയോ പരിപാടിയുണ്ട് മൾട്ടിപ്ലെയർ കളിക്കാൻ. എന്താണ് സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് കുഴപ്പമില്ലാത്തൊരു ഗെയിമാണ്. നമുക്ക് ഒന്നുകൂടെ ഗോ അടിച്ച് നോക്കിയാൽ ഈ 2 പ്രേതവും വരുമോ ഇതിൻ്റെ അകത്ത്? നോക്കിയാലോ, നോക്കാമല്ലേ. 2 പ്രേതം വരുവാണെങ്കിൽ കിട്ടില്ലായിരിക്കും കേട്ടോ. ഞാൻ പിന്നെ മറ്റേ പ്രേതത്തിന് ഇതുവരെ കളിച്ചിട്ടില്ല. ഓക്കെ, നമ്മൾ പിന്നെ ഇവിടെ തന്നെ നമ്മളിങ്ങനെ പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്ത ദുരന്തത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദുരന്തം. നമ്മളൊരു ദുരന്തം പിടിച്ച ഗെയിമൊക്കെ കളിക്കുന്നുണ്ടേ. നൈസ്. ഇപ്രാവശ്യം ഇവിടെ നിന്ന് 2 എണ്ണേ കിട്ടിയുള്ളൂ. 20 എണ്ണം നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ ഡെത്തിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് എൻ്റെ ഒരു നിഗമനം. 20 എണ്ണമൊക്കെ കളക്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമല്ല. നിങ്ങൾക്കറിയാലോ നമ്മളെക്കൊണ്ട് ഇത്രയൊന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. 4 എണ്ണേ ആകെപ്പോടെ കളക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒന്നാമത് പേടിച്ചിട്ടാണ് ഈ ഗെയിം കളിക്കണം തന്നെ. അതിനിടയ്ക്ക് 20 എണ്ണമൊക്കെ കളക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമേ അല്ല. അതുകൊണ്ട് അവൻ മേളിലാണ്. അവൻ കണ്ടൈസ് അത് ആ മേളിൽ ഞാനത് അറിയാൻ ചെക്ക് ചെയ്തതാണ്. അതിനത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഒരു ഐ ഉണ്ട്. ഐ കിട്ടി. നമുക്ക് പിന്നെ ചിറക്കം വരുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഒരു ഐ ഉണ്ട്. സാധനം വന്നു കയറിക്കോ.
അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ പേടിയില്ലാന്ന് അറിയാലോ. നമുക്ക് വേണ്ടേ പേടിയില്ലെന്നറിയാലോ. അത്രേ ഉള്ളൂ. ഇവ എവിടെ നിന്നൊക്കെയാണ് ഇവൻ പൊട്ടി മുളച്ച് വരുന്നതെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത്. അതേ പോണം അവൻ. എടാ പിടിച്ചടാ. എടാ കയറി വന്നു അകത്തോട്ട്. എടാ ഡോറ് തുറന്നു കൊടുത്ത് അവൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പോയില്ലേ. എടാ അങ്ങനെയാണ്, അവൻ അകത്ത് കയറി കഴിഞ്ഞാൽ പോയി. അവൻ അത്ര ഉള്ളായിരുന്നു. ആ ഒരു ജീവി മാത്രമേ ഉള്ളൂ അവിടെ. ആൻഡ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൂട്ട് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. അടിക്കുക, എല്ലാവരും അടിച്ചങ്ങ് പൊട്ടിച്ചൊക്കെ, ഒരു സീനും ഇല്ല, അടിച്ച് പൊട്ടിക്കുക. അപ്പം നമ്മുടെ ഇനി അടുത്ത ഏത് ഗെയിം പ്ലേ വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഒരു കൂട്ടുകാരൻ ഒരു ബ്രോ കമൻറ്റ് ഇട്ടായിരുന്നു നമുക്ക് GTA 5 കളിക്കാൻ. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട് കളിക്കാനായിട്ട്. അത് എങ്ങനെയെങ്കിലും നമുക്ക് പറ്റുമോ നോക്കാം. മാക്സിമം ട്രൈ ചെയ്യാം. അത് പറ്റിക്കഴിഞ്ഞ് നമുക്ക് കളിക്കാം. അതിന് ഇത്ര ഉള്ളൊരു വീഡിയോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റൂട്ട് 100 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.